ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നാമോ പാർക്കിലാണ്. സോ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രി ടിക്കറ്റ്സ് എടുക്കേണ്ടത്. ദെൻ നമ്മൾ ഇതിൽ എൻട്രി ചെയ്യും. സോ എൻട്രി ചെയ്യാൻ വരുമ്പോൾ നമുക്കൊരു ചെറിയ എയർപോർട്ട് ടൈപ്പ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ അവരകത്തേക്ക് കടത്തി വിടുന്നത്. ലൈക്ക് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും ഇതിനകത്ത് അലൗഡ് അല്ല. നമ്മളപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമ്മൾ മുംബൈയിൽ വന്നിരിക്കുകയാണ്. മുംബൈയിൽ താനെ എന്ന് പറഞ്ഞ സ്ഥലത്ത് നാമോ പാർക്ക് എന്ന് പറഞ്ഞാൽ പാർക്കുണ്ട്. ഒരു 10-20 ഏക്കറിലാണ് ഇത് പണിഞ്ഞിട്ടിരിക്കുന്നത്. സോ അത്യാവശ്യം വാക്കിങ്ങിനും പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ട്. ദെൻ ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും ഒക്കെ പറ്റിയ ഇഷ്ടം പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ചാർജസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂസ്ഡേ ടു ഫ്രൈഡേ അഡൽസിന് 20 റുപ്പീസും സാറ്റർഡേ സൺഡേസിൽ 30 റുപ്പീസുമാണ് ചാർജ് വരുന്നത്. 12 ഇയേഴ്സിന് ബിലോ ഉള്ള കുട്ടികൾക്ക് ഇവിടെ തികച്ചും ഫ്രീ ആണ്. നമ്മളൊരു വർക്കിംഗ് ഡേയിലാണ് ഇവിടെ വന്നത്. സോ അതുകൊണ്ടാണ് അധികം റഷ് ഇല്ലാത്തത്. പ്ലസ് നമ്മൾ 4 o'clock ഒക്കെ ആയപ്പോഴേക്കും ഇവിടെ വന്നായിരുന്നു. ഒരു 5 ഒക്കെ ആയി കഴിഞ്ഞാലാണ് നമുക്കിവിടെ റഷ് ആയി തുടങ്ങുന്നത്. സോ ഇതൊക്കെയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്യാവശ്യം എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന സ്ഥലമാണ്. ആൻഡ് ഇവിടെ നമ്മൾ ചുറ്റും നോക്കാമെങ്കിൽ എല്ലായിടത്തും ഒരു ഗ്രീനറിയാണ്. ചെടികളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊന്ന് പറിച്ച് നമ്മുടെ വീട്ടിലൊന്ന് കൊണ്ടുവയ്ക്കാൻ തോന്നും. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ മുക്കിലും മൂലയ്ക്കും ക്യാമറയുണ്ട്. പ്ലസ് നമുക്ക് 500 റുപ്പീസ് ഫൈനും വരും ഒരു ചെടി ഓടിച്ചാൽ. ഇവിടെ ആണെങ്കിൽ പിന്നെ ഓരോ സെക്ഷനിലും നമുക്ക് പല പല തരത്തിലുള്ള ഗാർഡൻ എന്ന് പറഞ്ഞ് വിളിയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ കാണുന്നത് ലൈക്ക് ചൈനീസ് ഗാർഡൻ എന്ന് പറഞ്ഞ സംഭവമാണ്. സോ ഇവിടെ ചൈനീസ് പ്ലാന്റ്സ് ഒക്കെ കുറേ കാണും ചിലപ്പം. പിന്നെ അവിടെ ഒരു പോണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇട്ടേക്കുന്നത് നമ്മുടെ ആമ്പൽ തന്നെയാണ്. പർപ്പിൾ കളറിലെ ആമ്പലുകളാണ് ഇട്ടേക്കുന്നത്. ദെൻ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവിടെ മുഗൾ ഗാർഡൻ എന്നും പറഞ്ഞ് കുറച്ചുണ്ട്. ഇവിടുത്തെ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾസ് ഒക്കെ നമ്മുടെ ഒരു മുഗൾ ടൈപ്പിലെ വാൾസുകളാണ്, ഡിസൈനുകളൊക്കെ ഉള്ളത്. ആൻഡ് അവിടെ കുറച്ച് ഫൗണ്ടൈൻ പോലത്തെ സംഭവങ്ങളുമുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ വന്നപ്പോൾ ഇതിൽ വെള്ളത്തിൽ ഒക്കെ ഇങ്ങനെ നിന്നുള്ള ഫോട്ടോസും വെള്ളത്തിൽ ഇങ്ങനെ കൈയിടുന്നതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ലൈക്ക് വെള്ളത്തിൽ നമ്മൾ കൈയിട്ടതും അപ്പുറത്തും സെക്യൂരിറ്റി അങ്കിൾ വന്ന് വിസിലടിച്ചു. അവിടെ എങ്ങും കൈയിടാൻ പാടില്ല, കുട്ടികളൊന്നും അവിടെ നിന്ന് കയറാൻ പാടില്ല എന്നും പറഞ്ഞു. സോ ഇപ്പം കുറച്ച് റൂൾസൊക്കെ മാറി. ലൈക്ക് നേരത്തെ കുറച്ചുകൂടെ ലിബറൽ ആയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അവർ. മേ ബി അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇതിന് വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ ഈ പൂൾ പാർക്ക് നമ്മൾ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള തിങ്കാണ്. നമ്മൾ ഒരിച്ചിരി നടന്നു കഴിയുമ്പോൾ തന്നെ ഒരു 2-3 വഴികൾ തന്നെ നമുക്ക് ഫ്രണ്ടിൽ കാണാം. സോ നമ്മൾ ഒരു വഴി കൂടെ പോവുകയാണെങ്കിൽ ബാക്കി 2 വഴി നമുക്ക് എങ്ങനെയാണെങ്കിലും മിസ്സാവും. ആൻഡ് നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തന്നെ ലൈക്ക് എന്താ പറയുക, നമ്മുടെ ബുൾബുലെ പോലാണ്. കുറേ വഴികളുണ്ട്. പല പല വഴി കൂടെ പോയാൽ പല പല സ്ഥലത്ത് ചെന്നെത്താം. സോ നമ്മൾക്ക് ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം കറങ്ങി കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പോസിബിളായിട്ടുള്ളൊരു തിങ്കല്ല. ആൻഡ് ഇതിനകത്തൊരു 1 ഡേ ടൂർ പോലത്തെ സംഭവമൊന്നുമില്ല. നമ്മളൊരു വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ട് കുറച്ച് എൻജോയ് ചെയ്തിട്ട് പോകാനുള്ള സംഭവങ്ങളേ ഉള്ളൂ. സോ ഇവിടെ രാവിലെ വരുന്നവർ മോസ്റ്റ്ലി ജോഗിങ്ങും എക്സസൈസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. ലൈക്ക് ഇതിനകത്ത് മാനുവൽ എക്സസൈസ് ചെയ്യാൻ പറ്റിയ എക്വിപ്മെൻറ്റ്സ് ഉണ്ട്. സോ അതുകൊണ്ട് ആൾക്കാർ രാവിലെ വരുന്നവർ ഈ ജോഗിങ്ങോ അല്ലെങ്കിൽ എക്സസൈസോ ചെയ്യുന്നവരായിരിക്കും. ദെൻ അതല്ല, ഇതിനകത്ത് എൻജോയ് ചെയ്യാൻ വരുന്നവർ മോസ്റ്റ്ലി വരുന്നത് വൈകുന്നേര സമയത്താണ്. പിന്നെ മെയിൻലി ഇവിടെ കുട്ടികൾക്കായിട്ടുള്ളതാണ്. ലൈക്ക് കുറച്ച് പ്ലേസിൽ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളും ദെൻ ചിലയിടത്ത് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ളതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഇവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഹൈലൈറ്റിംഗ് സംഭവം ഇവിടെ ഉള്ളത് ഫൗണ്ടൻ ആണ്. സോ ഇവിടെ ഒരു 5 to 6 o'clock വരെയാണ് ഈ ആക്ച്വലി ഫൗണ്ടൻ്റെ വർക്കിംഗ് ടൈം. സോ ആ സമയത്ത് കുറേ പാരൻസ് കുട്ടികളെ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു നിർത്താറുണ്ട്. ലൈക്ക് അവർക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് അവർ സ്പെയർ തുണി കൊണ്ടാണ് വന്നത്. നമ്മുടെ കയ്യിൽ അതില്ലായിരുന്നു. ആൻഡ് ലൈക്ക് കാർട്ടൂന് ലൈക്ക് അതിൽ പോകാൻ ഇൻട്രസ്റ്റും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ആക്ടിവിറ്റി സംഭവങ്ങളിലൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മറ്റൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ കൊണ്ടുവരുന്ന പാരൻസും അതിൽ കയറിയിരിക്കാറുണ്ട് റൈഡുകളിൽ. ലൈക്ക് അതിൽ ഞാനും ഉൾപ്പെടും. ബട്ട് അത് ആക്ച്വലി അലൗഡ് അല്ല. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അവർ ഓടിച്ചു വിടുന്നതായിരിക്കും. സോ ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇരുന്നിട്ടുണ്ടായിരുന്നു ആൻഡ് എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ടൈം വന്നപ്പോൾ വേറെ പാരൻസ് അതിലിരിപ്പുണ്ടായിരുന്നു. അവരെയും സെക്യൂരിറ്റി ചേട്ടന്മാർ വന്ന് ഓടിച്ചു വിട്ടായിരുന്നു. അത് കഴിഞ്ഞാണ് കുട്ടികളിരുന്ന് ആടിയത്. then അത് കഴിഞ്ഞ് നമ്മൾ കാത്തൂനാണെങ്കിൽ ഈ സംഭവത്തിൽ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് കാത്തൂൻ്റെ വീഡിയോ അത് എടുക്കാൻ പറ്റിയില്ല. കാരണം അവൻ്റെ പുറകെ ഓടാൻ ഒരാൾ വേണമായിരുന്നു. ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ വിച്ചുമാമൻ്റെ കൂടെ വന്നതുകൊണ്ട് അവൻ്റെ പുറകെ ഓടാൻ വിച്ചുമാമനുണ്ടായിരുന്നു. സോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർക്ക് ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നത് മൺഡേസിലാണ്. കാരണം സാറ്റർഡേ സൺഡേസ് ഒക്കെ ഇത് വർക്കിംഗ് ആണ്. അന്നത്തെ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നൊരു ദിവസം ആയതുകൊണ്ട് തന്നെ ഇവർ ഓപ്പൺ ആയിട്ടാണ് പാർക്ക് വയ്ക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീക്ക്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ദിവസം മൺഡേ ആണ്. സോ നമുക്ക് കാണാം ഇവിടെ അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട്. നമ്മളിതിനകത്ത് വരുന്നത് മാത്രമേ നമുക്ക് ഓർമ്മ കാണൂ. പിന്നെ ടൈം പോകുന്നത് നമുക്ക് അറിയാനേ പറ്റുന്നുണ്ടായിരിക്കില്ല.
ആദ്യം പറഞ്ഞ പോലെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ ഒരു ഫേമസ് സ്പോട്ടാണ്. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. നമ്മളും എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. പിന്നെ ഇത് കുറച്ച് അധികം ചെടികളൊന്നും ഇല്ലാത്ത, വലിയ മരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്പേസാണ്. ഇവിടെ ഫൗണ്ടൈനാണ് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിന് ചുറ്റിനും നിങ്ങൾക്ക് വലിയ വലിയ ബിൽഡിങ്സുകളാണ് ഫുള്ളുള്ളത്. ഇത് നമ്മൾ ലാസ്റ്റ് ഇറങ്ങാൻ പോയപ്പം കണ്ട സംഭവമാണ്. കാത്തു ഇവിടെ മണ്ടയ്ക്ക് കയറി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടും ഉണ്ടായിരുന്നു. ബട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഒരു സെക്യൂരിറ്റി വന്ന് പറഞ്ഞത് 6 വയസ്സിന് മുകളിലോട്ടുള്ള പിള്ളേർ മാത്രമേ അവിടെ കയറാൻ പാടുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.